ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഈ റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വറുത്ത് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വറുത്താൽ മതി കേട്ടോ. നമ്മളെ റവയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇതുപോലെ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിക്കാതെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. റവ നല്ലപോലെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ ആ പാലെല്ലാം നല്ലപോലെ ഒന്ന് വറ്റി വരണം. അതുവരേക്കും നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ഞാൻ 1 സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ റവയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആറാൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സ്ചർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് കേട്ടോ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത്. ബേക്കിംഗ് സോഡ കുറച്ച് മതി കേട്ടോ, അധികം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വറുത്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടിക്ക് പകരം മൈദയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളം ചൂടിൽ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചെടുത്ത പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം മൂടി വെക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഇതുപോലത്തെ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് പാനീയ ആയാൽ മതി, നല്ലപോലെ അലിഞ്ഞു വന്നാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയാണ് കേട്ടോ, ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നല്ല ലൈറ്റ് ഗോൾഡൻ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. നമ്മൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ റവ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം കേട്ടോ. ഇങ്ങനെ വരുമ്പം ഇത് ഇച്ചിരി നല്ലപോലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി കേട്ടോ. റൗണ്ടാക്കാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. ഇത് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. സൈഡൊക്കെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ വിള്ളലൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ആക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇതേ ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി പാലും കൂടെ ചേർത്താണ് ഇങ്ങനെ പരത്തിയെടുത്തത് കേട്ടോ. ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. നമുക്കിത് നല്ലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് വറുത്ത് കോരാം കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ എല്ലാം ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം. നമ്മളിതുപോലെ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊരു ബൗളിലേക്ക്
മാറ്റി കൊടുക്കാം. ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മുടെ പഞ്ചസാര ലായനിയില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചധികം കൂടെ പഞ്ചസാര എടുക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് എടുത്തത് ഇപ്പോൾ 1.5 കപ്പോ 2 കപ്പോ എടുക്കാം കേട്ടോ. നമുക്കിത് ഇച്ചിരി വലിപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതിൽ നമ്മുടെ പഞ്ചസാര മുങ്ങിക്കിടക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിപ്പമുള്ളതിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ വേറെ ബൗളിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.